கொல்லையில தென்னை வைத்து குருத்தோல பெட்டி செஞ்சு ലാസ്റ്റ് ഒരു മൂളി അത് കേൾക്കുമ്പോ ശരിക്കും ഉറക്കം വരും. എന്നിട്ട് ഒരു ഡയലോഗ് ഉണ്ടാവും, പാത്രം കഴുകാണ്ട് തുണി അലക്കാനുണ്ട്, എനിക്ക് ഡ്രസ് എടുത്ത് വെക്കാൻ, ഉറങ്ങാൻ എനിക്ക് ഉറങ്ങാനൊന്നും പറ്റത്തില്ല. ഇപ്പോ പപ്പീസ് എല്ലാം ക്ലീൻ ആണ്, അല്ലെങ്കിൽ പപ്പീസ് അവിടെ ഇല്ല, കുട്ടികൾ അവിടെ ഇല്ല, ഞാനും ഒരു ശല്യം ചെയ്യാനില്ല. 3 ഷെൽഫിലുള്ള സാരി മുഴുവൻ മത്സരത്തിന് മടക്കിക്കൊണ്ടിരിക്കും. അത്രേ ഉള്ളൂ. വലിയ സീരിയൽ നടിക്ക് ലക്ഷങ്ങൾ കൊടുക്കാൻ ആൾക്കാരുണ്ടെന്ന് പറയുന്ന ഈ നവയോ ഗുരുക്കന്മാരോടെല്ലാം പറയും, ഒരു പാവം കുട്ടി ഉറങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് പണിയെടുക്കാൻ പോകുന്ന, പാത്രം കഴുകലും തറ തുടക്കലും തുണി അലക്കലും ഇതൊന്നും വേറെ ആർക്കും കൊടുക്കാതെ ഇപ്പോഴും പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാവം കുട്ടിയാണ്. ഒരു വർഷം കൊണ്ട് ഞാൻ സംസാരിക്കുന്ന ഇംഗ്ലീഷ് വാക്കുകൾ മാത്രം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ദിവസം അപ്പൊ ഞാൻ അടുത്ത് നിൽക്കുന്നവരോട് വന്ന് നോ ഇഷ്യൂ, സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ കൊച്ചി. നമ്മുടെ ഫേമസ് അസ്ട്രോളജർ ഹരിച്ചേട്ടൻ, ഹരി പത്തനാപുരം, അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ എടുത്തിരുന്നു. അപ്പൊ ഹരിച്ചേട്ടൻ പറയാണ്, നമ്മളെ കുറിച്ച് ഒരാള് നെഗറ്റീവായിട്ട് എത്രത്തോളം പറയുന്നോ പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കണം. കാരണം ഒരാൾക്ക് എഗൻസ്റ്റ് നെഗറ്റീവായിട്ട് എത്രത്തോളം പറയുന്നു, അന്നേരം രമ്യ നോക്കിക്കോളൂ, ആ വ്യക്തി വളർന്നുകൊണ്ടേയിരിക്കും. അവരുടെ നെഗറ്റിവിറ്റി മാറി ഈ ജനങ്ങൾ തന്നെ അവരെ സ്നേഹിക്കാൻ തുടങ്ങും. സോ രമ്യ ആഗ്രഹിക്കേണ്ടത്, രമ്യനെ കുറിച്ച് മാക്സിമം എല്ലാവരും നെഗറ്റീവ് പറഞ്ഞോട്ടേ എന്ന് ആഗ്രഹിക്കൂ. ഇപ്പൊ ലോ ഓഫ് കർമ്മ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തി അയാളെ നമ്മളെ മോശമായിട്ട് സംസാരിക്കുമ്പോൾ അയാളുടെ കർമ്മം നമ്മൾ ഏറ്റെടുക്കണം. എന്ന് വെച്ചാൽ ആ കർമ്മത്തിന് അനുഭവിക്കേണ്ടത് പിന്നെ ഞാനാണ് ഇപ്പൊ ചീത്ത പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഞാനാണത് ഏറ്റെടുക്കുന്നത്. ഐ വിൽ ഹാവ് ടു ബെയർ ദാറ്റ് വെയിറ്റ് ഓൾസോ. വൈ ഷുഡ് ഐ? അപ്പൊ ഞങ്ങളെ വിളിക്കുന്ന എത്ര ആൾക്കാർ ഞങ്ങളുടെ എന്തൊക്കെ ദൃഷ്ടിദോഷം, എന്തൊക്കെ കർമ്മം എല്ലാവരും കൊണ്ടുപോയി. അപ്പൊ ഞങ്ങള് ഹാപ്പിയാ. അവരെന്ത് ഭംഗിയായിട്ട് അത് ചെയ്ത് അതെ ചെയ്യുന്നത്, അവര് ചെയ്തോണ്ടിരിക്കട്ടെ. പണിയില്ലാതിരിക്കുന്നവരല്ലേ, അവര് പണിയട്ടെ. അതൊക്കെ വെച്ചിട്ട് ദിവ്യക്കുട്ടി 1 വർഷമായിട്ട് ഭർത്താവിനെ മനസ്സിലാക്കിയിട്ട് എന്തൊക്കെയാണ് അദ്ദേഹത്തിന് ഇപ്പോഴും, ചില ആൾക്കാർക്ക് ഉണ്ടാവില്ല, ദിവ്യക്കും ഉണ്ടാവും, എല്ലാവർക്കും തന്നെ ഉണ്ടാവും, നമ്മുടേതായിട്ടുള്ള ലൈഫിൽ നമ്മൾ ഡെയിലി മസ്റ്റായിട്ട് നമുക്ക് ചെയ്യണം എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ, ചില ചിട്ടകൾ, പ്രിൻസിപ്പിൾസ് ഒക്കെ നമുക്കുണ്ടാവും. അപ്പോ അങ്ങനത്തെ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ, പറയൂ, എന്തൊക്കെ ചിട്ടകളാണ് അല്ലെങ്കിൽ വേണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ? അതെ ഏട്ടാ, ഏട്ടൻ നോക്കണ്ട, എന്നെ നോക്കി പറ. ഇത്രയും നേരം വീട്ടിലിരുന്ന് ഏട്ടനെ തന്നെയല്ലേ നോക്കിക്കൊണ്ടിരിക്കണത്? എന്നെ നോക്കൂ, നിന്നെ നോക്കൂ. പറ, എന്തൊക്കെയാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു, ചില ആൾക്കാർക്ക്, ഞാൻ ചീത്ത എന്നല്ല, ചിലർക്കുണ്ടല്ലോ ഡെയിലി നമുക്ക് ഇത് ചെയ്യണം, അപ്പോഴൊരു തൃപ്തി ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ഒരു ചിട്ടകൾ എനിക്കുണ്ട് ഏട്ടൻ. അത് ഞാൻ ഏട്ടന്റെ അടുത്ത് ചോദിച്ചോളാം. അതാന്ന് പറഞ്ഞ അത് മാത്രം ചോദിച്ചാ മതി. ചേട്ടനൊന്നും ഇല്ലേ? ഞാൻ എന്തോന്ന് പറയണ്ടേട്ടാ, ഇങ്ങോട്ട് നോക്കണ്ടേ? ഏട്ടനെ നോക്കണ്ടെന്ന്. ഏട്ടനായിരിക്കും പറയുന്നത് നല്ലത്. ഞാനൊരു ലൈറ്റ് സ്ലീപ്പറാണ്. 4 മണിക്കൂർ കൂടുതൽ ഉറങ്ങാറില്ല. കുഞ്ഞുമോക്ക് ഉറക്കം ഒത്തിരി ഇഷ്ടമാണ്. അപ്പൊ ഞാനത് ഉറങ്ങാൻ സമ്മതിക്കും. ഞങ്ങള് വർക്ക് വൈസ് ഞാൻ കൂടുതലായിട്ട് ഐ എം എ വർക്കഹോളിക്. അപ്പൊ അത് കുഞ്ഞുമോക്ക് പലപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ വലിയ പാടാണ്. എനിക്ക് വർക്ക് തീർത്തേ പറ്റൂ, നന്നായിട്ട് ചെയ്യണം, ഭയങ്കര ചെയ്യണം, അത്ര ഞാൻ ഇതാണ്. അപ്പൊ കുഞ്ഞുമോൾ ആക്ടിങ്ങിൽ അങ്ങനെയാണ്. അത് എനിക്ക് ടെൻഷനാണ്. കാരണം പോയി തലയൊക്കെ പൊട്ടിച്ചിട്ടൊക്കെ വരും. ഇപ്പൊ ഇന്നലെയും കുറെ കരഞ്ഞ് കണ്ണെല്ലാം കൂടെ വീങ്ങി മൂക്ക് റണ്ണിങ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പോയി അവിടെ കുറെ ഗ്ലിസറിനൊക്കെ ഇട്ട് ചീത്താക്കിയതാ, കണ്ണ് ചീത്താക്കിയത്. തെറ്റില്ല, ആസ് എൻ ആക്ട്രസ് ഷീ ഷുഡ് ഡു ഇറ്റ്. പക്ഷെ സ്വന്തം ഹെൽത്തും കൂടെ നോക്കണം എന്നുള്ള ആ കൺസേൺ. ഞാൻ രാവിലെ എല്ലാ ദിവസവും തമിഴില് 4 വരി, ഹിന്ദിയിൽ 4 വരി, ഇംഗ്ലീഷിൽ 8 വരി എല്ലാ ദിവസവും കവിത എഴുതാറുള്ളതാണ്. ഇന്ന് ഇപ്പോൾ ഒരു 3650 കവിതകൾ ഇംഗ്ലീഷിലും അത്രയും തന്നെ തമിഴിലും അത്രയും തന്നെ ഹിന്ദിയിലും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് എല്ലാ ദിവസവും ഉള്ളതാണ്. എല്ലാ ദിവസവും ഞാൻ രാവിലെ കുഞ്ഞുമോക്ക് ഒരു സെറ്റ് ഓഫ് മെസ്സേജസ് അയക്കാറുണ്ട്. ചില ദിവസം കുഞ്ഞുമോൾ അതിന് റെസ്പോണ്ട് ചെയ്യും, ചില ദിവസം റെസ്പോണ്ട് ചെയ്യില്ല. എനിക്ക് അതൊന്നും നിർബന്ധമില്ല. നിങ്ങൾ രണ്ടായിട്ട് നിൽക്കുന്ന സമയങ്ങളിൽ ഫുൾ ഇംഗ്ലീഷ് അല്ലേ? ഇംഗ്ലീഷ് തിരിച്ച് മലയാളത്തിലാണ് അയക്കണം. ഇംഗ്ലീഷ് അറിഞ്ഞിട്ടുണ്ട് മലയാളത്തിൽ. അത് അതിൽ ആകെ പറയുന്നത് എന്താ? ഐ ലവ് യു എന്നാ പറയണേ. തിരിച്ചത് കൊടുക്കും, എന്ത് പറഞ്ഞാലും തിരിച്ച് ഐ ലവ് യു. അത് മാത്രമേ എനിക്ക് മനസ്സിലാവും. ബാക്കി ഒന്നും മനസ്സിലാവുന്നില്ല. ഒന്നും കൊള്ളാത്ത കുറെ വേർഡ്സ് ഉണ്ട്. അത് വായിക്കാൻ തന്നെ ചിലപ്പോ കിട്ടൂല. എല്ലാം മനസ്സിലാവുന്നില്ല, അല്ല ഞാൻ ആദ്യം കുഞ്ഞുമോളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതായത് കുഞ്ഞുമോളോട് എനിക്ക് സംസാരിക്കാൻ ഒരു ഭാഷയുണ്ട്, അത് മതി. ഇംഗ്ലീഷ് എനിക്ക് അറിയില്ല ഏട്ടാ. എല്ലാം മനസ്സിലാവില്ല, ചില വേർഡ്സ് മനസ്സിലാവില്ല. അപ്പം ഒരു ഗുഡ് മോർണിംഗ് ഉണ്ടാവും, ഗുഡ് മോർണിംഗ് ഉണ്ടാവും, പിന്നെ കുറെ പാഠം ഉണ്ടാവും. ഓ ഓക്കെ സെറ്റ്. താഴെ ഒരു ലവ് യു ഉണ്ടാവും, കുറെ ഹാർട്ടൊക്കെ. അതിനൊക്കെ ഞാൻ മറുപടി കൊടുക്കും. അപ്പോ ഇത്
എല്ലാ ദിവസവും ഉള്ള ചിട്ടയാണ്. ആ. ഞാനൊരു 3:30-4 മണിയാകുമ്പോൾ എണീറ്റ് വർക്ക് ചെയ്യുന്ന ആളാണ്. ഉം. ചില ദിവസം രാത്രി 1 മണിക്ക് എണീറ്റിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ പോവാന്ന് പറഞ്ഞ് എണീക്കുക. അപ്പോഴേ പറയാം ആയിട്ടില്ല 4 മണി ആവട്ടെ എന്ന് എന്നോട് പറഞ്ഞ് പറയല്ലേ, മീൻസ് ഇപ്പൊ രണ്ടാളും ഇപ്പം നമ്മളെ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട്. അപ്പൊ ഏട്ടൻ വർക്ക് ചെയ്യാനൊക്കെ ഏട്ടന്റെ വീട്ടിലാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ ഏട്ടൻ ഇടക്ക് വീട്ടിലോട്ട് വരും. ഒരു ദിവസം എന്റെ അടുത്ത് മിനിഞ്ഞാന്റെ തലേദിവസം കണ്ട് വീട്ടിൽ വന്നു. കുഞ്ഞോളെ നമ്മളെന്താട്ടാ ഞാൻ പോന്നെ, സമയം നോക്കുമ്പോ 1 മണി. നമ്മൾ എങ്ങോട്ട് പോന്ന് 1 മണി കിടക്കട 4 മണിക്ക് എണീറ്റ് വർക്ക് ചെയ്യല്ലേ നിൽക്കുന്നു എന്തോന്ന്. അല്ല, ബിക്കോസ് റിസർച്ച് പേപ്പറിന്റെ വർക്ക് ചെയ്യണം. ഞാൻ ഈ രാവിലെ എഴുതുന്ന ഇംഗ്ലീഷും തമിഴും ഹിന്ദിയും അത് എഴുതണം. അതുകൂടാതെ ക്ലയൻസിന്റെ സ്ക്രിപ്റ്റ്സ് ഓരോ ആൾക്കാർ ചോദിക്കുന്ന അവർ അത്രത്തോളം അത് ചില ആൾക്കാരുടെ ബഡ്ജറ്റ്സ് ഉണ്ടാവില്ല, ചില ആൾക്കാരുടെ ബഡ്ജറ്റ്സ് ഉണ്ടാവും, ചില ആൾക്കാരുടെ വോയിസ് ഓവറിന്റെ ഇതുണ്ടാവും. രാവിലെ 4 മണിക്ക് മുന്നേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ റോഡില് നോയ്സ് മുഴുവൻ വരും. ഞാൻ ഹോം സ്റ്റുഡിയോയിലാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ കുറെ റെസ്ട്രിക്ഷൻ ഉള്ളപ്പം ഞാൻ ഈ രാത്രി 1 മണിയായാലും എണീറ്റോടണം, വർക്ക് തീർക്കണ്ടേ എന്നാ ഞാൻ ആലോചിക്കണം. അത്ര വർക്കഹോളിക് ആണ്. അപ്പോ ഇത് ഞാൻ പ്രോബബ്ലി എന്റെ അച്ഛനെ കണ്ട് പഠിച്ചതാണ്. അപ്പൊ അച്ഛനെ മോശം പറയല്ല, അച്ഛൻ ജീവിച്ചത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇപ്പോഴും ജീവിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ വർക്കഹോളിക് ആയിട്ടുള്ള ഒരു അച്ഛന്റെ മകൻ കുറച്ചൊക്കെ നാച്ചുറലി അതങ്ങനെ വന്നിരിക്കും. പിന്നെ കുഞ്ഞുമോളുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുഞ്ഞുമോക്ക് ഈ എന്താ പറയാ ഡെലിജൻസ് ഞാൻ ചെയ്യും എന്നുള്ള ഇതിലാണ്. അതായത് പപ്പീസിന് ആഹാരം കൊടുക്കണം, വീട് ഇങ്ങനെ ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, എല്ലാം അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. ഇതിനിടയിൽ ഞങ്ങൾക്ക് കുറെ സമയങ്ങളൊക്കെ ഞങ്ങൾക്ക് മിസ്സായി പോയിട്ടുണ്ടാവാം ഒരു വർഷത്തിന്. ബട്ട് വി ആർ ഹാപ്പി. കിട്ടിയ മൊമെന്റ്സ് എല്ലാം എപ്പോഴും മാക്സിമം ഒരുമിച്ചിരിക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഒരുമിച്ചുള്ള ഒരു ദിവസം രാവിലെ ആണെന്നുണ്ടെങ്കിൽ രാവിലെ അദ്ദേഹം ചേട്ടനാണല്ലോ ആദ്യമേ എന്തായാലും എണീക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ശബ്ദത്തില് ഒന്ന് ദിവ്യ പറയാമോ? ദിവ്യനെ എങ്ങനെയാ വിളിക്കുന്നത്? കുഞ്ഞുമോളെ എങ്ങനെയാ അത് അഡ്രസ് ചെയ്യുന്നത്? രാവിലെ ചായ വേണമെന്ന് വെക്കുക, ഒന്ന് പറ. ഇപ്പൊ രാവിലെ ചായ വേണമെന്ന് വെക്കുക, അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കണം. അപ്പൊ കുഞ്ഞുമോളെ ആ സംഭവമില്ല, ചായ കൂടിയില്ല. അങ്ങനെയല്ല, എഴുതിക്കൊണ്ടിരിക്കുന്ന എന്റെ മുമ്പിലല്ല. വേറെ റൂമിലാണോ? എന്നാ ശരി, എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കണോ? കുഞ്ഞുമോൾ എണീറ്റു. അപ്പൊ ഏട്ടൻ എണീറ്റ് ഞാൻ കിടക്കായിരിക്കണേ. കുഞ്ഞോ കുഞ്ഞുന്ന് വിളിക്കറി കുഞ്ഞുമോളെ. പിന്നെ ഏട്ടാ ശബ്ദം വരണ, എന്റെ ഭഗവാനെ ഒന്ന് ട്രൈ ചെയ്യ്. അയ്യോ ട്രൈ ചെയ്യ്. ഹലോ കുഞ്ഞോ പോണ്ടമ്മാ പോണ്ടമ്മാ, അങ്ങോട്ട് വീട്ടിലേക്ക് പോണ്ട കാര്യമുണ്ട്. അപ്പൊ ഞാൻ എണീക്കല്ലോ, കാപ്പിയൊക്കെ അതെന്താ എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ വെറുതെ നാണം കിടത്തുന്ന തോന്നില്ല. എന്നാലും ഒന്ന് പറ. കുഞ്ഞുമോള് ഞാൻ പറയുന്നത് കുഞ്ഞു എണീക്കണേ, കണ്ണ് തുറന്നിട്ട് നേരെ അങ്ങ് വാഷ്റൂമിൽ പോവും. അത് കഴിഞ്ഞാൽ നേരെ പോയി കാപ്പി ഉണ്ടാക്കിയിട്ട് കാപ്പി കൊടുക്കും. പറ്റൂലാന്നോ ഒരു മടിയോ അങ്ങനെ ഒന്നുമില്ല, എനിക്ക് അത് ഇഷ്ടമാണ്. എല്ലാം എനിക്ക് ഇങ്ങനെ കുഞ്ഞുമോക്ക് ഞാൻ പറയുമ്പോ ഇഷ്ടമല്ലാത്ത കാര്യമാണെങ്കിൽ പോലും ഒരു പരിധി വരെ കുഞ്ഞുമോൾ അത് ചെയ്യുന്നുണ്ട്. എനിക്കറിയാം. ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിൽ പോലും ശരി ഞാനിപ്പൊ ചെയ്യാം എന്ന് മനസ്സിലിങ്ങനെ എനിക്ക് കേൾക്കും, എന്നാലും ചെയ്യും. അപ്പൊ ഐ റെസ്പെക്ട് ദാറ്റ് ലവ്. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ, കാരണം ഉറക്കം അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ആളാണ്. രാവിലെ 4 മണിക്ക് വിളിച്ച് ചെയ്യാം, പിന്നെ തുറന്ന് നേരെ പോയി കാപ്പി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് പിന്നെ കിടന്നുറങ്ങി കഴിഞ്ഞാൽ 8 മണിക്ക് എണീക്കുള്ളൂ. അതെനിക്കറിയാം. അതും സൺഡേ ആണെങ്കിൽ അങ്ങനെ മടിയൊന്നുമില്ല. എനിക്ക് എപ്പോഴും ഫുഡ് ആക്കി കൊടുക്കാൻ പറ്റാത്തതിന്റെ സങ്കടയില്ല. അത് പറയട്ടെ, എന്താ അങ്ങനെ പറയാത്തെ? സത്യമായിട്ട് ഈ പറയുന്നുണ്ടല്ലോ ദിവ്യയുടെ സ്റ്റൈൽ ഉണ്ടല്ലോ സംസാരം, അതൊന്നും ചേട്ടൻ പറഞ്ഞു. ചേട്ടൻ കളിയാ ഇടയ്ക്ക് മോക്കിയിട്ടുണ്ടാവില്ലേ ദിവ്യയുടെ അടുത്ത്? അയ്യോ വല്ലാണ്ട് സെൻസിറ്റീവാ. അങ്ങനെയൊക്കെ മോക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാല് വേഷം വെച്ച് പിന്നെ വേറെ ആളാവും. ആണോ? എന്നാലും നമ്മൾ ഇങ്ങനെ ഇല്ല. എന്നാ വിത്ത് ദിവ്യാസ് പെർമിഷൻ മോക്കൊന്നുമല്ല, എന്നാ വേണ്ട, അല്ലാതെ ഏട്ടാ ആ ഒരു വിളി ഏട്ടാ ഏട്ടാ നമുക്ക് പോവാ എവിടെയെങ്കിലും. ഒരു വർഷം കൊണ്ട് ഞാൻ സംസാരിക്കുന്ന ഇംഗ്ലീഷ് വാക്കുകൾ മാത്രം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ചോദിച്ചാ പറഞ്ഞുതരും. അല്ല കുറച്ച് യൂസ് ചെയ്യുന്ന വേർഡ്സ് നൈസ്, മോസ്റ്റ് പ്രോബബ്ലി, പ്ലഷർ, അങ്ങനെ കുറച്ച് ഒബ്സർവന്റ് ആയിട്ട് ഇതൊക്കെ വളരെ, അതായത് ആരെങ്കിലും നൈസ്
ആ പറയുന്ന അതാണ് കേട്ട് വെച്ചോണ്ടിരിക്കുന്നത്. നോ ഇഷ്യൂ ആ. എപ്പോഴും പറഞ്ഞ നോ ഇഷ്യൂ. അപ്പൊ ഇപ്പൊ ഞാനത് പഠിച്ചു. നോ ഇഷ്യൂ. അപ്പൊ രാവിലെ ഏട്ടൻ ക്രിസ്ത്യാനോ വരും നോ ഇഷ്യൂ. ഫോണിലൊക്കെ അപ്പൊ ഞാൻ അടുത്ത് നിൽക്കുന്നവരോട് വന്ന് നോ ഇഷ്യൂ. ഏട്ടാ എന്റെ അടുത്ത് അവരോട് നോ ഇഷ്യൂ. ഇറ്റ്സ് മൈ പ്ലഷർ. അപ്പോ അങ്ങനെയൊക്കെ ഐ റിയലി ഫൈൻഡ് എ വെരി ഗുഡ് സ്റ്റുഡന്റ് എന്ന്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, കല്യാണം കഴിഞ്ഞ സമയത്ത് കുഞ്ഞുമോൾ ഒരിക്കൽ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒത്തിരി ഭംഗിയായിട്ടുണ്ട്, ഇത് നീ എഴുതാന്ന് പറഞ്ഞു. ഒരുവിധം എഴുതി തുടങ്ങി. ആ ബുക്കിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ആൻഡ് ഐ നോ ഇത് തീർച്ചയായിട്ടും കണ്ണൂരുള്ളവർക്ക് മാത്രമല്ല, കേരളം മുഴുവനുള്ള ആൾക്കാർക്ക് ആ പുസ്തകം ശരിക്കും ഇഷ്ടപ്പെടും. കാരണം അത് മനസ്സിൽ നിന്ന് എഴുതുന്നതാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് AI നിങ്ങൾ ടോപ്പിക് മാത്രം പറഞ്ഞാൽ മതി, ബുക്ക് AI എഴുതിക്കോളും നിങ്ങളുടെ പേരിൽ. അതെ, കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല. ഇപ്പോൾ +2 വരെ എത്തിയിട്ടുള്ളൂ എന്നാ പറയണേ. എന്നിട്ട് ഞാൻ ചോദിക്കുന്നത് അല്ല, എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുക +2 വരെ എത്തി, ഇപ്പൊ ആ സമയത്ത് ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ അതൊക്കെ ഒറിജിനലാട്ടോ. ഞാൻ പറഞ്ഞ ഏട്ടാ +2 എത്തി, പണ്ടത്തെ പ്രേമൊക്കെ എഴുതണ്ട ഏട്ടാ, നീ ഏത് കുഞ്ഞുമോളെ. ഞാൻ പറഞ്ഞാ അതൊക്കെ ഇല്ലല്ലേ. ഓ അല്ലെങ്കിൽ പിന്നെ ഞാൻ വലിയ പുണ്യാളത്തിയായി പോവില്ലേ. ഓ അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു പേരൊന്നും വെക്കണ്ട അല്ലേ, ഫാമിലിക്ക് പ്രശ്നം. ബിക്കോസ് അത് അതിൻ്റെ ആ ഇന്നസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പറയും, എപ്പോഴെങ്കിലും ഒരു കത്ത് കൊടുക്കുക, ചുമ്മാ കാണുക, വഴിയെ പോകുമ്പോൾ. ഇതാണ് പ്രണയം. ആ അന്നത്തെ പ്രണയത്തിന് നല്ല വാല്യൂ ഉണ്ടായി. ഇപ്പൊ എന്തോന്നു, ഇപ്പൊ ഒരു ടെസ്റ്റ് മാത്രമാണ് അല്ലേ. അന്നത്തെ പ്രണയം എന്ന് പറഞ്ഞാൽ ആരും പേടിയാണ് സത്യം, ആരും കാണൂ. ഇപ്പൊ എന്തോന്നു ഇപ്പൊ അങ്ങനത്തെ ഒരു വിഷയം. അതെ, ഇന്ന് കുറെ കൂടെ ഓപ്പൺ ആയി. അപ്പൊ അതിന്റെ ആ ഒരു സുഖമില്ല. ഇത് ഒളിച്ചും പതുങ്ങിയൊക്കെ ഇങ്ങനെ റോഡിലെ പോകുമ്പോ വണ്ടി ചിലപ്പോ കത്ത് ഇങ്ങനെ അല്ല ഞാൻ പറയണു അങ്ങനെ പറഞ്ഞാ എന്താ, നമ്മള് ഇപ്പൊ അല്ല ഇപ്പൊ അവരെ പെങ്ങളായിട്ട് ഞാൻ കോണ്ടാക്റ്റും ഉണ്ട്, അത് ഏട്ടനും അറിയാം. അവര് ഫാമിലിയായിട്ട് സുഖമായിട്ട് ചിരിക്കുന്നു. പക്ഷെ നമ്മള് പണ്ടത്തെ കാര്യം പറഞ്ഞ മിനിഞ്ഞാന്നും കൂടി ചിരിച്ചതേ ഉള്ളൂ പണ്ടത്തെ കാര്യം. ഞാൻ പറഞ്ഞു ഇങ്ങനെ എഴുതുന്നുണ്ടേ, എന്റെ പേര് വെക്കണേ. ഞാൻ എന്റെ പേര് വെച്ചിട്ട് വേണം നിങ്ങള് കുടുംബം കളിക്കാൻ. അപ്പൊ ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഏട്ടാ ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, പേര് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ലാസ്റ്റ് വെക്കാതെ. അപ്പൊ അതില് ആ ഒരു സത്യസന്ധത, അവിടെ ഒരു നിഷ്കളങ്കത, ഐ വുഡ് സേ ദാറ്റ് ഇന്നസെൻസ് ആൻഡ് ദാറ്റ് ട്രൂത്ത്ഫുൾനെസ്, ഇറ്റ് ഐ ഹോൾഡ് എ ലോട്ട് ഓഫ് റിഗാർഡ് ടു ദാറ്റ്. എനിക്ക് ഒത്തിരി 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 അതിനോട് റെസ്പെക്റ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കുഞ്ഞുമോൾ എഴുതുന്നു എന്ന് പറയുമ്പോൾ അത് ഞാൻ പറഞ്ഞ വാക്കിന് വേണ്ടിയിട്ട് എഴുതി തുടങ്ങിയതാണെങ്കിലും ഇത് ലോകത്തിന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കഥ അത് എഴുതിക്കൊണ്ടിരിക്കുന്നു. അത് എഴുതും എന്നുള്ളത് ഷുവറാണ്. എത്ര കാലം എടുത്താലും ഐ വിൽ വെയിറ്റ് ഫോർ ദാറ്റ് ബുക്ക്. അത് എത്ര സമയം എടുത്തിട്ടാണെങ്കിലും ഞാൻ വായിക്കുന്നുള്ള ഷുവറാണ്. അത് ഭാഷ എന്നുള്ളതിനേക്കാളും അത് ഇറ്റ് ഇസ് ഫ്രം ഹർ ഹാർട്ട്. അപ്പോൾ അത് ഞാൻ ഐ റിയലി റെസ്പെക്ട്. പിന്നെ പഠിക്കാൻ സമ്മതിച്ചിട്ടുണ്ട്, ഇനിയും പഠിക്കാൻ തയ്യാറാണ്. അപ്പോൾ ഒരു ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവളെ പഠിപ്പിക്കണം. ഞാൻ പറഞ്ഞു എന്നിട്ട് അപ്പം തന്നെ ഫോൺ കാണിച്ച് കുഞ്ഞുമോളെ ഇല്ല ഞാൻ പഠിപ്പിക്കണം. അപ്പോൾ എന്ത് പഠിപ്പിക്കണം എന്ന് ചോദിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴും അവർക്കൊരു ഇതില്ല, പഠിപ്പിക്കുമോ? അപ്പം ഞാൻ പഠിപ്പിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുമോളെ നിനക്ക് എന്ത് വരെ പഠിക്കണം നീ പഠിച്ചോ, പ്രായമൊന്നും നോക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ ഐ എം എ സ്റ്റുഡൻറ്റ് ഫോർ എ ലൈഫ്. അത് എത്ര കാലം ഉണ്ടോ അത്രയും കാലം ഞാൻ പഠിക്കും. പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും, പുതിയ ഭാഷകൾ പഠിച്ചുകൊണ്ടിരിക്കും, പുതിയ കാര്യങ്ങൾ, പുതിയ ടോപ്പിക്, സബ്ജക്ട് വൈസ് എല്ലാം റിസർച്ച് ആണെങ്കിലും അങ്ങനെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ലൈഫ് ഉള്ളത് അല്ലേ? യെസ്. നിങ്ങളിപ്പോൾ ഷൂട്ടിന്റെ സമയത്തൊക്കെ ആയിട്ട് രണ്ടുപേരും രണ്ടിടത്തേക്കായിട്ട് നിൽക്കുമ്പോൾ ഒരാൾ ഇത്രയും നിങ്ങളൊരു ഇണക്കുരുവികളുമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ചേട്ടന് ദിവ്യയിലെ എന്തൊരു കാര്യമായിരിക്കും ഭയങ്കരമായിട്ട് മിസ് ചെയ്യണത്? അവളില്ലല്ലോ, കുഞ്ഞുമില്ലല്ലോ, കുഞ്ഞുമോളില്ലല്ലോ, അവളുണ്ടായിരുന്നെങ്കിൽ എന്നൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സംഭവം അങ്ങനെ തോന്നിയ ഉടനെ ഞാൻ ഫോൺ വിളിക്കും. അല്ല വിളിക്കും അല്ല, പക്ഷെ ദിവ്യയിലെ എന്തൊരു ഇതായിരിക്കും അവിടെ മിസ് ചെയ്യുന്നുണ്ടാവുക? ദിവ്യ ഷീ ഹെർസെൽഫ്. അതിൽ ഞാനൊരു പാർട്ട് മാത്രമാണെന്നുണ്ടെങ്കിൽ ദെൻ ഐ എം ഫൈൻഡിങ് എ റീസൺ ഫോർ ലവ്. ലവ് ഡസൻറ്റ് ഹാവ് എനി റീസൺ. ഈ കാരണം കൊണ്ടാണ് ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ആൾക്കാർ
ആ കാരണം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ സ്നേഹം ഇല്ലാണ്ടായില്ലേ? എനിക്ക് കാരണങ്ങളൊന്നും ആവശ്യമില്ല. എനിക്ക് കുഞ്ഞുമോൾ ഇഷ്ടമാണ്. ഞാൻ കുഞ്ഞുമോള് മൊത്തത്തിൽ തന്നെ അങ്ങനെ തന്നെ. ഞാൻ ഇടയ്ക്ക് ഞാൻ പറയാറുണ്ട്, കുഞ്ഞുമോൾ എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്, അതെനിക്ക് ഇടയ്ക്കിടയ്ക്കേ പറയാൻ പറയും. ആണോ? ഇടയ്ക്കിടയ്ക്കേ പറയും കുഞ്ഞോളെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ എനിക്കറിയാലോ. അത് റീസൺ അപ്പൊ ദിവ്യക്ക് തോന്നില്ലേ എന്താ ഏട്ടാ ഇങ്ങനെ എപ്പോഴും പറഞ്ഞോണ്ടിരിക്കണേ? ദിവ്യങ്ങനെ ആലോചിക്കും. ഇല്ല അങ്ങനെയല്ല. ഏട്ടൻ പറഞ്ഞോണ്ട് ഏട്ടൻ ഇങ്ങനെ വിളിക്കും. ഒരിക്കൽ വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും വിളിക്കും. എന്നിട്ട് വീഡിയോ കോൾ വിളിച്ച് എനിക്ക് ഇന്നെ ഒത്തിരി ഇഷ്ടമാണ് കുഞ്ഞോളെ. അത് എനിക്ക് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. എനിക്കറിയാലോ അത്. അതുപോലെ ഇത് എന്താ സംഭവം വെച്ചാൽ ഞാനായിട്ട് തന്നെ ഇരിക്കുന്നു, ഏട്ടനായിട്ട് തന്നെ ഇരിക്കുന്നു. നമുക്ക് ഇപ്പൊ ഒരു സ്വഭാവം അത് മാറ്റ്, അല്ല അങ്ങനെ ചെയ്യല്. നമ്മൾ ഈ രണ്ടാളെ ലൈഫിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇതുവരെ. അതുകൊണ്ടായിരിക്കാം ചിലപ്പം ആ ഒരു ഫീൽ വരുന്നത്. അല്ലേ ഏട്ടാ? ആയിരിക്കാം. ബിക്കോസ് ഈ കാരണങ്ങൾ ആവശ്യമില്ലാത്തൊരു കാര്യമാണ് സ്നേഹം. ഇപ്പോൾ ഞാൻ എൻ്റെ അച്ഛനെയോ അമ്മയോ സ്നേഹിക്കുന്നതിന് കാരണമൊന്നുമില്ല. അവരെനിക്ക് ജന്മം തന്നതുകൊണ്ടാണ്. ഇല്ല, ജന്മം തന്നില്ലെങ്കിലും എനിക്ക് മക്കളാവാൻ പറ്റും. ഞാൻ ബിന്ദുമേനെ അമ്മ എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. എനിക്ക് ജന്മം തന്നിട്ടില്ല. പക്ഷെ ആ അമ്മ എന്ന് വിളിക്കുന്നത് സത്യമായിട്ടാണ് വിളിക്കുന്നത്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് എൻ്റെ വൈഫായിട്ട് അഭിനയിക്കുന്നു. പക്ഷെ ഞാൻ അമ്മ എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അതെൻ്റെ മനസ്സിൽ നിന്ന് വിളിച്ചിട്ടുള്ളത്. എനിക്ക് ഞാനൊരു ഏതെങ്കിലും ഒരാളെ കുഞ്ഞെ ഞാൻ വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ മനസ്സിൽ നിന്ന് തന്നെ വിളിക്കുന്നത്. എനിക്കതിന് റീസൺ ഒന്നും വേണ്ട. അവർക്ക് ഈ പ്രായത്തിന് താഴെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കുഞ്ഞെന്ന് വിളിക്കൂ. അങ്ങനെയില്ല. എന്നെക്കാളും ഒരു വയസ്സ് ചെറുതാണെങ്കിൽ പോലും ചിലപ്പോൾ ഞാൻ കുഞ്ഞെന്ന് വിളിച്ചത്. അപ്പോൾ അത് ഈ കാരണങ്ങളുടെ പുറകെ ഓടാതിരിക്കുന്നതാണ് മനുഷ്യൻ്റെ ലൈഫിൽ ഏറ്റവും നല്ല കാര്യം. ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു കപ്പിളിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന അവരുടെ ഒരു ഇഷ്യൂ ഉണ്ടായി. സെറ്റ് ഓഫ് ബോക്സ് എടുത്ത് അടിച്ചു എന്നൊക്കെ പറയും. നമുക്കറിയില്ല അവരുടെ ലൈഫിൽ എന്താണെന്ന്. നമ്മൾ കമൻറ്റ് ചെയ്യാൻ ആരുമല്ല. അതെ, ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കാറുണ്ട്, ദേഷ്യപ്പെടാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് കുഞ്ഞുമോൾ ഇഷ്ടമാണ്. എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്ന കുഞ്ഞുമോളെ ഇഷ്ടമാണ്, ദേഷ്യപ്പെടാത്ത കുഞ്ഞുമോളെ ഇഷ്ടമാണ്. ആരാണ് ദേഷ്യപ്പെടുമ്പോൾ കോംപ്രമൈസ് ചെയ്യാനായിട്ട് ഫസ്റ്റ് വരിക? അങ്ങനെ ഈ തമ്മിൽ തല്ലുന്ന പ്രശ്നം അങ്ങനെയില്ല. നമ്മൾ ആക്ച്വലി പറഞ്ഞ പൊട്ടത്തര അങ്ങനെ വലിയ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല. ചെറുതാണേലും വലുതാണേലും ഞാൻ ഇങ്ങോട്ടൊക്കെ തന്നെ പറയും. ഏട്ടൻ തന്നെയാണ് കോംപ്രമൈസിന് വരുന്നത്. ഇരിക്കും അങ്ങനെ വരേണ്ട ആവശ്യമില്ല. അത് പറഞ്ഞാൽ ശരി ഇപ്പൊ ഒരു കുട്ടിക്കളി പോലെ ആയിരിക്കും ചിലപ്പോ. അതൊന്നും വലിയ നിസ്സാര പ്രശ്നം. ദേഷ്യപ്പെടുവോ ക്രിസ്ത്യേട്ടൻ്റെ അടുത്ത്? ഏട്ടനോ ചോദിക്കും. പറഞ്ഞു അങ്ങനെ അല്ലല്ല, അങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഫോൺ ഹലോ സൗണ്ട് ഹലോ അത് കേൾക്കുമ്പോൾ നമുക്കറിയാം. ഞാൻ വിളിക്കാം, ക്രിസ്ത്യാനെ വിളിക്കാം. ഓക്കെ, ദിവ്യാണ്, നമ്മൾ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഹലോ കുഞ്ഞു, ഹലോ കുഞ്ഞു, ഹലോ കുഞ്ഞു എന്ത് ചെയ്യാ? ഒന്നുമില്ല, ഇവിടെ പട്ടികള് മൂത്രമൊഴിച്ചു, ഇവിടെ പട്ടികൾ ഇത് ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു, അങ്ങനെ ചെയ്തു. ഇപ്പൊ കുറച്ച് ദിവസം പുതിയൊരു ശീലമുണ്ട്. അല്ല പിന്നെ ദേഷ്യം വരില്ലേ? എവിടുന്നോ കിട്ടിയതാ. അത് ഇടക്കിടക്ക് പറഞ്ഞു കിട്ടിയതാ. അല്ല പിന്നെ ദേഷ്യം വരില്ലേ? ഇത് വായിന്ന് എവിടുന്നോ കിട്ടിയതാ. ഇനിയിപ്പോ ദേഷ്യം വരില്ലേ എന്നുള്ള പേടി വേണ്ടേ? അങ്ങനെയൊന്നുമല്ല, എനിക്ക് അങ്ങനെ ദേഷ്യമല്ല. ഞാൻ ചിലപ്പോ പണി മീൻസ് ഒരു പണിയെടുത്തോണ്ട് നമ്മളെ പപ്പീസ് ഉണ്ട്, അവര് എല്ലാം വൃത്തിയാക്കണം. അപ്പൊ അതിന്റെ ഇടയിൽ അടിച്ചു വേണം, തുടക്കണം, എല്ലാം പണിയെടുത്തോണ്ട് വെക്കും. കൊഞ്ചിക്കാൻ വിളിക്കുമ്പോ എനിക്ക് സമയം. എന്നാലും ഞാൻ എന്നാലും വീഡിയോ കോൾ 11 മണിക്കൊക്കെ. അപ്പൊ ഞാൻ എന്തായാലും 2 മണി വരെ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഞാൻ വർക്കിന് പോയി കാണും. അപ്പൊ ഞാൻ വർക്കിന് പോയിട്ട് വോയിസ് ഓവറൊക്കെ ഉള്ളപ്പോൾ രാത്രിയാണ് ചെയ്യാം. അപ്പം പോയിട്ട് ഞാൻ വിളിച്ചു, അപ്പോൾ കുഞ്ഞുങ്ങൾ ഉറങ്ങാൻ പോവല്ലേ 11 മണിക്ക്. അപ്പോൾ ഞാൻ പാട്ടൊക്കെ പാടി ഉറക്കാൻ വേണ്ടിയിട്ട് കണ്ടിങ്ങനെ തുറന്നു വെച്ചത്. കുഞ്ഞുങ്ങളെ നിനക്ക് ഉറക്കം വരണം ഇപ്പൊ, എനിക്ക് വേറെ പണിയുണ്ട്, അവിടെ പട്ടി മൂത്രം ഒഴിച്ചിട്ടുണ്ടോ, പാത്രം കഴിയാനുണ്ട്, അപ്പോഴാണ് ഉറങ്ങാൻ പറഞ്ഞത്. കണ്ടിങ്ങനെ തുറന്നു വെച്ചത് എനിക്ക് 100 വട്ടം പണിയുണ്ട്. I take this as the most beautiful moment in my life. അല്ല, ഇതാണ് ലൈഫ്. ഈ അങ്ങനെ മറ്റേ ഓവർ റൊമാൻറ്റിക് ആയിട്ട് റോസാപ്പൂ എറിഞ്ഞ് കളിക്കുന്ന ആൾക്കാരൊന്നും അല്ല. ഉറക്കാൻ വേണ്ടി പാട്ട് പാടുക. അതെ, ഉറങ്ങാൻ ഇവിടെ പട്ടി മൂത്രമൊഴിച്ചിട്ടുണ്ട്, അത് തുടയ്ക്കാനുള്ള സമയമായിട്ട്.
ദിവ്യക്ക് ഉറങ്ങണമെങ്കിൽ ചേട്ടൻ നിർബന്ധമാണ്, ചേട്ടന് പാട്ട് പാടി കൊടുക്കണമെന്നുണ്ടോ? ഏട്ടൻ പാടുന്ന ഞാൻ പറഞ്ഞില്ലേ, ഏട്ടൻ പാട്ട് പാടിത്തരുന്നു. ഇതല്ലേ കൊല്ലയിലെ അതാണ് മോസ്റ്റ്ലി ഏതാ പാട്ട്? കൊല്ലയിലെ തെന്നൈ വെച്ച്. ഒന്ന് പാടിത്തരാമോ? കൊല്ലയില തെന്നൈ வைத்து குருத்தோல பெட்டி செஞ்சு சீனி போட்டு நீ திங்க செல்லமாய் பிறந்தவளோ மரக்கிளையில் தொட்டில் கட்ட மாமனவன் மெட்டு கட்ட அரண்மனைய விட்டு வந்த அல்லி ராணி கண்ணுறங்கு கொல்லையில தென்னை வைத்து குருத்தோல பெட்டி செஞ்சு செல்லமாய் பிறந்தவள். ലാസ്റ്റ് ഒരു മൂളി അത് കേൾക്കുമ്പോ ശരിക്കും ഉറക്കം വരും. എന്നിട്ട് ഒരു ഡയലോഗ് ഉണ്ടാവും, പാത്രം കഴുകാണ്ട് തുണി അലക്കാനുണ്ട്, എനിക്ക് ബ്രഷ് എടുത്ത് വെക്കാണ്ട് ഉറങ്ങാൻ എനിക്ക് ഉറക്കൊന്നും പറ്റത്തില്ല. അല്ല പപ്പീസുകള് 4 പപ്പീസ് അതിന്റെ അമ്മയുണ്ട്. ഇടക്കിടക്ക് കാര്യങ്ങൾ സാധിക്കല്ലോ, ഇത് വൃത്തിയാക്കണ്ട, അല്ലെങ്കിൽ ആരെങ്കിലും കേറി വന്ന സ്മെല്ല് ഞാൻ വീടൊപ്പം വൃത്തിയാക്കും. ഇതന്നെ ഒറ്റൊരു കാര്യമുള്ളൂ, ഇപ്പോ പപ്പീസ് എല്ലാം ക്ലീൻ ആണ്, അല്ലെങ്കിൽ പപ്പീസ് അവിടെ ഇല്ല, കുട്ടികൾ അവിടെ ഇല്ല, ഞാനും ഒരു ശല്യം ചെയ്യാനില്ല, 3 ഷെൽഫിലുള്ള സാരി മുഴുവൻ വലിച്ചെടുത്ത് തിരിഞ്ഞ് മടക്കി അത്രേ ഉള്ളൂ. ഇത് പണ്ട് മറ്റേ അലാവുദ്ദീൻ ഉറപ്പിച്ചപ്പം ഒരു ഭൂതം വന്നായിരുന്നു, ആ ഭൂതത്തിന്റെ കൂടെ വന്നാന്ന് തോന്നുന്നു. അതായത് പണി തിരുമ്പ പണി കൊടുത്തില്ലെങ്കിൽ ഭൂതം ദേഷ്യപ്പെടും. കല്ലുരുട്ടി കയറ്റി അത് എന്താന്നറിയില്ല, ഞാൻ ഈ ചീത്ത വിളിക്കുന്ന ആൾക്കാര്, വലിയ സീരിയൽ നടിക്ക് ലക്ഷങ്ങൾ കൊടുക്കാൻ ആൾക്കാരുണ്ടെന്ന് പറയുന്ന ഈ നവയുഗ ഗുരുക്കന്മാരോടെല്ലാം പറയാം, ഒരു പാവം കുട്ടിയാണ്. ഉറങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് പണിയെടുക്കാൻ പോകുന്ന, അല്ലെങ്കിൽ വീട്ടിൽ മറ്റേ പാത്രം കഴുകലും തറ തുടയ്ക്കലും തുണി അലക്കലും ഇതൊന്നും വേറെ ആർക്കും കൊടുക്കാതെ ഇപ്പോഴും പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാവം കുട്ടിയാണ്. പിന്നെ രാവിലെ പരിപ്പിൽ വെള്ളം കുടിപ്പിച്ച് കഴിഞ്ഞാൽ മോളോട് പറയും, അതൊന്ന് തിളപ്പിച്ച് കറിയുടെ പരുവം വരെയെങ്കിലും ആക്ക്, എന്നിട്ട് നീ ഒഴിച്ച് കഴിക്കുന്നൊക്കെ പറയുന്ന ഒരു ശരാശരി ഒരു സാധാരണ ഒരു കുട്ടിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ മറ്റേ ഈ ഒരു ഹൈ സൊസൈറ്റി ലേഡിയുടെ അമ്മ മരിച്ചുപോയി, അപ്പോൾ അവർ കരയുക തായേ തായേ എന്ന് പറഞ്ഞ് കരയും. അപ്പോൾ എല്ലാവരും ചോദിച്ചു, തമിഴാണ് ഇതൊരു തായേ തായേ എന്ന്? അല്ല, അമ്മ എന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ലിപ്സ്റ്റിക്ക് പോകുന്നു, അതുകൊണ്ട് ആ ടൈപ്പേ അല്ല. ഹൈ സൊസൈറ്റി കിറ്റിപ്പാട്ടി കൊച്ചമ്മയൊന്നും അല്ല ഇത്. ഇതൊരു സാധാരണ എന്താ പറയുക, ഒരു തനിനാടൻ കണ്ണൂർക്കാരിയാണ്. ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ഇങ്ങനെ നല്ലൊരു ഞാൻ ഇപ്പോഴും എനിക്ക് എന്റെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ കൊറേ 10-25 സീരിയൽ ചെയ്തു, കുഴപ്പമില്ലാത്ത മൂവീസ്, വലിയ ബിഗ് ബഡ്ജറ്റ് ഒന്നും അല്ലെങ്കിലും ചെറിയ തോതിൽ 5-6 മൂവി ചെയ്തു. ഇപ്പം അത്രയോ നല്ലൊരു പൊസിഷനിൽ നിൽക്കുന്ന അവരുടെ വൈഫാണ്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ എന്താ പറയുക, ഞാനൊരു വീട്ടമ്മ, ആ ഒരു ഇല്ലേ എൻ്റെ മൈൻഡ് പോവുള്ളൂ. ഞാൻ ആർട്ടിസ്റ്റാണെന്നില്ലോ ഇല്ലോ അല്ലെങ്കിൽ ഇന്നാളുടെ അങ്ങനെയൊന്നും എൻ്റെ മൈൻഡിലേക്ക് പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഒരു സാധാരണക്കാരിയെ പോലെ സംസാരിക്കുന്നതും. ആരും വന്നാലും ആരും ആയിക്കോട്ടെ, അവരൊന്ന് ചേർത്ത് പിടിച്ചാൽ ഞാൻ അവരെ കെട്ടിപ്പിടിച്ചാൽ അവർക്ക് ഞാൻ ഉമ്മ കൊടുക്കും. ആരോ ആയിരിക്കും. എനിക്ക് അങ്ങനെ മീൻസ് ഞാൻ അങ്ങനെയാണ് വളർന്നു വന്നത്. അതൊരിക്കലും എനിക്ക് എൻ്റെ ബ്ലഡിൽ നിന്ന് ഒരിക്കലും അത് പോകൂല. ഞാൻ വേറൊരു തരത്തിലായത് ഞാനല്ലാണ്ടായി പോകൂലേ. ഞാൻ പറയും അതേപോലെ ഞാനും നോർമലായിട്ടുള്ള, ഇപ്പൊ എന്റെ അനിയത്തിയോട് ചോദിച്ചാൽ അറിയാം, ഞാൻ ദേഷ്യപ്പെടുകയാണെങ്കിൽ നന്നായിട്ട് ദേഷ്യപ്പെടും. അനിയത്തിയടുത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിക്കും ക്രിസ്ത്യേട്ടന്റെ ആ ഒരു ദേഷ്യം ദിവ്യ കണ്ടിട്ടുണ്ടോ? ആണോ? ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുമോ? നന്നായിട്ട് ദേഷ്യപ്പെടും, നല്ലോണം വരും. എന്നിട്ട് പെട്ടെന്ന് കൂൾ ഡൗൺ ആവും? ഇല്ല, കുറെ സമയം എടുക്കും. ടൈം എടുക്കും. അത് ഇപ്പോഴില്ല, അത് ഞാൻ കണ്ടത് കല്യാണത്തിന് മുന്നേ ആണ്. അതിനുശേഷം കണ്ടിട്ടില്ല? അതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വലിയ ഇതല്ല, ഇല്ല, കല്യാണത്തിന് മുന്നേ ആയിരുന്നു വലിയൊരു ദേഷ്യം കണ്ടത്. അത് 2 പ്രാവശ്യം ഞാൻ കണ്ടത്. അത് എന്ത് ടൈപ്പ് ഇൻസിഡന്റ് വരുമ്പോഴാണ്? അത് എന്തേലും അല്ല, അങ്ങനെയല്ല, ചിലപ്പോ അത് കേൾക്കുന്നവർക്ക് ഒരു നിസ്സാരമായിരിക്കാം. ഇപ്പൊ എനിക്കും അത് വലിയൊരു ഇതായി തോന്നിയിട്ടുണ്ടാവില്ല, പക്ഷെ ഏട്ടനത് ഹേർട്ട് ചെയ്തിട്ടുണ്ടാവാം. അത് ഒന്നുമില്ല, ഒരു കടയിൽ പോയി ഡ്രസ്സ് എടുത്തപ്പോൾ അത് ഞാൻ വേണ്ടാന്നില്ല അർത്ഥത്തിൽ അങ്ങ്
എനിക്കറിയില്ലല്ലോ ഏട്ടൻ അത്ര ആഗ്രഹിച്ചു, ഞാനത് നോർമലി വേണ്ടാന്നില്ല അർത്ഥത്തിൽ പറഞ്ഞത്. പക്ഷെ ഏട്ടന് എന്തെങ്കിലും മുന്നത്തെ എന്തെങ്കിലും ആയിരിക്കാം പെട്ടെന്ന് അത് റൈസായി പോയത്. ഞാനതൊന്നും ചിന്തിക്കാണ്ട് അദ്ദേഹത്തിന് അഗെയിൻസ്റ്റ് എന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് അവിടെ ദേഷ്യം വരും. ഇപ്പൊ ഇല്ല. അദ്ദേഹത്തിന് അഗേൻസ്റ്റ് എന്നുള്ളത് പറഞ്ഞാൽ ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള ഷർട്ട് അല്ലായിരുന്നു കൊണ്ടുപോയത്. മനസ്സിലായി. അപ്പൊ അത് എനിക്ക് വേണ്ടി അഗേൻസ്റ്റ് പോലും അല്ല, സ്വയം അഗേൻസ്റ്റ് ആവുകയാണ്. അതായത് ദാറ്റ് വിൽ ലുക്ക് ഗുഡ് ഓൺ ഹർ. അത് കഴിഞ്ഞ് അത് വാങ്ങിച്ച് അത് ഇട്ട് കഴിഞ്ഞപ്പോ മനസ്സിലായി വളരെ നല്ലതാണെന്ന് മനസ്സിലായി. പിന്നെ രണ്ടാമത് പോയിട്ട് ആ ഡ്രസ്സ് നമ്മൾ തന്നെ പോയി വാങ്ങിച്ചിട്ടിട്ട് ഞാൻ ഇട്ടു. സമാധാനം. അല്ല, പക്ഷെ അത് കംഫർട്ടബിൾ ആണ്. അത് സംഭവിച്ച ഒരു ലൂസ് പാന്റ് ഇങ്ങനെ, അത് നല്ല കംഫർട്ടായിരുന്നു. പക്ഷെ ഞാനത് ഇതുവരെ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പൊ ഏട്ടൻ വന്നേ പിന്നെയാണ് ഞാൻ ഒരു ഡ്രസ്സ് ഇടാൻ തുടങ്ങിയത്, വെറൈറ്റി ഡ്രസ്സൊക്കെ. അപ്പൊ അത് എനിക്ക് ഇതെന്താ ഇങ്ങനെ വലിയ ഇതുമാതിരി, എനിക്കത് എന്തോ നമ്മൾ ഇതൊന്നും ഞാൻ ഉപയോഗിക്കയില്ല. അപ്പൊ ഏട്ടൻ നല്ലതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പൊ എന്തോ ഏട്ടൻ ആൾക്കാരുടെ മുമ്പിൽ അത് എടുത്ത് സന്തോഷത്തോടെ എടുത്ത് തന്നപ്പോ ഏട്ടൻ നല്ല ഹാപ്പി ആയിട്ട് എനിക്ക് കൊടുത്തു. ഞാനത് വേണ്ടാന്ന് മീൻസ് ഞാൻ എന്റെ മനസ്സിലൊന്നും തോന്നിയില്ല. പക്ഷെ ഏട്ടന് അവിടെ എല്ലാരും മുമ്പ് അത് പറഞ്ഞപ്പോ പറഞ്ഞ രീതി കറക്റ്റ് ആവാത്തത് കാരണം ഐ കുഡന്റ് ടേക്ക് ഇറ്റ്. പിന്നെ അത് ഞാൻ പറയുമ്പോ അതിനെ ജസ്റ്റിഫൈ ചെയ്ത് ഇങ്ങനെയാണെങ്കിൽ വല്ല ഊമേനെ കല്യാണം കഴിച്ചാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒന്നും പറയാൻ പറ്റൂലല്ലോ, ഇങ്ങോട്ട് ഒന്നും അതിനേക്കാൾ നല്ല ഊമിയായിട്ട് ഇരിക്കുന്നതാന്നല്ലോ പറഞ്ഞു. അപ്പൊ അതങ്ങ് പൊള്ളിപ്പോയി. എന്റെ പൊന്നു അന്നൊരു വയറ് നിറച്ച് കിട്ടി. അത് കിട്ടിയെന്ന് പറഞ്ഞത് അത് അമ്മാതിരി ആയിരുന്നു. പക്ഷെ അത് പിന്നെ വന്നിട്ടില്ല. കുഞ്ഞ് സൂപ്പറാ. അത് പിന്നെ വന്നിട്ടില്ല അല്ലേ. ഇപ്പൊ എന്തും ഞാൻ വാങ്ങും. ഇല്ല ചേട്ടാ ശരിയാ ഞാൻ തന്നെ കൂട്ടിക്കൊണ്ട് വാങ്ങിച്ചേ. ഇനി അങ്ങോട്ട് പരാതി വരുമ്പോ ഒന്നും പറയില്ല. കഴിഞ്ഞ ദിവസം ഒരു സാരിയുടെ കളർ കോമ്പിനേഷൻ കൊണ്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു നീ വാങ്ങിച്ചു. ഉണ്ടോ ഇല്ല എന്നുള്ളതിനെക്കാളും വാട്ട് ഐ ഹാവ് അണ്ടർസ്റ്റുഡ് ഇസ് നമുക്ക് നാളെ എന്നൊരു ദിവസം ഉണ്ടോ എന്നറിയില്ല. വി ആർ ലിവിങ് എ വെരി സില്ലി ലൈഫ്. നാളെ രാവിലെ ഈ ലോകം ഉണ്ടോയെന്നറിയില്ല, നമ്മളുണ്ടോയെന്നറിയില്ല, ഞാനുണ്ടോയെന്നറിയില്ല, കുഞ്ഞുങ്ങളുണ്ടോയെന്നറിയില്ല. ഇന്ന് നമുക്കത് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. എന്തും വാങ്ങിത്തരും കേട്ടോ. അങ്ങനെ വേണ്ട എന്നൊന്നും പറയുന്നത് ഇഷ്ടമല്ല. എന്തും വാങ്ങിത്തരും. ഞാൻ എന്തെങ്കിലും ഒന്നും മിണ്ടിയാൽ മതി. ഇപ്പൊ ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ ഏട്ടാ നമുക്ക് അവിടെ കുലുക്കിക്കടയുണ്ട്, ഏട്ടാ അവിടെ പോവാന്ന് പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് അവിടെ എത്തിയിട്ട് എനിക്ക് വാങ്ങി തന്നെ ഏട്ടാ ഇപ്പൊ പോണ്ട, വാങ്ങി തന്നിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ഇരുന്ന്. ഞാൻ അതാണ് പറഞ്ഞത്. പക്ഷെ അതാണ് എന്തെങ്കിലും പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അത് അറിഞ്ഞ് എനിക്ക് എല്ലാം മക്കൾക്കായാലും എനിക്കായാലും എല്ലാം എനിക്ക് ലൈഫിൽ. പക്ഷെ അത്ര ഞാൻ തിരിച്ച് ചെയ്യുന്നുണ്ടോ ചോദിച്ചാ ഇല്ല. ഉണ്ട് അല്ല അങ്ങനെ ചെയ്യുന്നില്ല. മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. എന്റെ അടുത്ത് വന്നിട്ട് എന്താ വേണ്ടതെന്ന് ചോദിക്കും, ഞാൻ ബ്ലാങ്ക് ആയി പോകും. ബിക്കോസ് എന്റെ ലൈഫിൽ ആരും അങ്ങനെ ചോദിച്ചിട്ടില്ല. എനിക്ക് എന്ത് വേണമെന്ന് ചോദിച്ചിട്ടില്ല. ഞാൻ സ്വയം എന്തൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതൊക്കെയാണ് കൂടുതലും നടന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല. ഞാൻ ഇപ്പൊ സംഭവിച്ച നമ്മളിപ്പം ഒരു വീട്ടിലല്ല, ഞാൻ പറയാം അപ്പുറം ഇപ്പുറം. അപ്പൊ ഏട്ടന് എന്തൊക്കെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഈ രാത്രിക്ക് നമ്മളൊക്കെ ചോറ് കഴിച്ച് ശീലിച്ചു വന്നവരാ. അപ്പം ലൈഫിലും അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. അപ്പോൾ ഇത് എൻ്റെ ഒരു പുതിയ ലൈഫാണ്. അപ്പോൾ ഏട്ടൻ എന്തൊക്കെ രാത്രിക്ക് എനിക്കറിയാം. ദോശ കഴിക്കുമെന്ന് അറിയാം, ചപ്പാത്തി ഏട്ടന് വേണ്ട, അതൊക്കെ അറിയാം. എന്നാലും ഏട്ടൻ വീട്ടിലോട്ട് വരുമ്പോൾ ഞാൻ ചോദിക്കും, ഏട്ടാ ഇന്ന് വരുന്നുണ്ടാ? അപ്പോൾ ആ കുഞ്ഞു ഞാൻ വരുന്നുണ്ട്. അപ്പം എന്താക്കണ്ടേ? അപ്പോൾ ഏട്ടൻ ഒരു നോട്ടാ. അപ്പം ഞാൻ തെറ്റിപ്പോയോ പറഞ്ഞത്. ഏട്ടൻ പറയട്ടെ എന്താ ഉണ്ടാക്കണ്ടേ? ചപ്പാത്തി മാവില്ല, മാവ് വേണമെങ്കിൽ താഴെന്ന് വാങ്ങിക്കാം. ചപ്പാത്തി ഏട്ടന് ഇഷ്ടമല്ലല്ലോ. പിന്നെ ബ്രെഡ് ഉണ്ട്, മുട്ട ഓംപ്ലേറ്റോ അല്ലെങ്കിൽ മുട്ട തോരനോ എന്തെങ്കിലും വെച്ച് എന്താക്കണ്ട ഏട്ടായിരുന്നു. വിഷമായ കുഞ്ഞ് ഞാൻ അങ്ങനെ വരുന്നത് വിഷമായ ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് അപ്പം ഞാൻ ചോദിച്ചാൽ മൊത്തം തെറ്റിപ്പോയാ. എൻ്റെ ലൈഫിൽ ഞാൻ ചെറുപ്പത്തിലായിരുന്നപ്പോൾ രാത്രി ചോറ് കഴിക്കുന്ന അത് മാറിയത് അച്ഛന് ഷുഗർ ട്രേസ് വന്നു എന്ന് പറഞ്ഞപ്പോൾ രാത്രി ചപ്പാത്തിയാക്കി, സാലഡും അങ്ങനത്തെ ആ ഒരു ചേഞ്ച് വന്നു. ആരും ചോദിച്ചില്ല, ഞാനും അഡ്ജസ്റ്റ് ചെയ്യും. ചേച്ചിക്ക് തൈര് വേണം, ഞാൻ തൈര് കഴിക്കാറില്ല. എനിക്ക് എന്തുണ്ടായാലും കുഴപ്പമില്ല, തൈര് കഴിക്കില്ല, അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാനുള്ളപ്പോൾ തൈരുള്ള ഇതൊന്നും പറ്റില്ല. അപ്പോൾ അച്ഛന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും എന്നുള്ളതാണ് അമ്മയുടെ ചിട്ട. ഇത് കുട്ടിക്കാലം മുഴുവൻ അങ്ങനെ തന്നെ. അച്ഛനടുത്താണ് രാത്രി ചോദിക്കുക എന്താ വേണ്ടത്, ചപ്പാത്തി വേണം, ദോശ വേണം, നൂഡിൽസ് വേണം. അപ്പം അച്ഛൻ പറയും. ഞാൻ അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ
എൻ്റെ ലൈഫിൽ അങ്ങനെ ആരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. അപ്പം അത് ചോദിക്കാതെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ ബ്ലാങ്ക് ആയിപ്പോയി. മേ ബി പാസ്റ്റ് ട്രോമ, അത് എൻ്റെ പാസ്റ്റിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, ആ ചിന്തയ്ക്കായിരിക്കാം ഞാൻ ബ്ലാങ്ക് ആയിപ്പോയി. അതായിരിക്കാം. ഞാൻ ചോദിക്കും ഏട്ടാ, വിഷമിക്കാനോ അതിനൊന്നുമല്ല, ഇഷ്ടം പറഞ്ഞാൽ അതെനിക്ക് ഉണ്ടാക്കി വെക്കാലോ. ഇപ്പൊ അപ്പൊ കഴിഞ്ഞ ദിവസം ഷീ ഫൗണ്ട് എ വേ. നേരെ അമ്മയെ വിളിച്ച് ചോദിച്ചു. അമ്മ ഞാൻ പറഞ്ഞു പറഞ്ഞു ഏട്ടന് പറയാൻ ബുദ്ധിമുട്ടാന്ന്. ഞാൻ അമ്മേനെ വിളിച്ച് ചോദിച്ചു, അമ്മ ഇതിങ്ങനെ പറഞ്ഞത് പ്രശ്നമായ. അല്ല, അങ്ങനെ ഞാനൊരു പ്രശ്നം. അപ്പൊ അമ്മ പറഞ്ഞു ഇല്ല, പിന്നെ ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ല, കണ്ണനോട് ഇതുവരെ ചോദിച്ചിട്ടില്ല, എന്താ ഇഷ്ടം ചോദിച്ചിട്ടില്ല. അപ്പയോടും ചോദിക്കാനില്ല, പക്ഷെ അപ്പയോട് ഇപ്പോഴാണ് ചോദിക്കാൻ തുടങ്ങിയത്, എന്താ ഇഷ്ടം ചോദിക്കുന്നുണ്ട്. അതുപോലെ കണ്ണനോട് ആരും ചോദിച്ചിട്ടില്ല, അതുകൊണ്ടാന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് അറിയാത്തോണ്ടാന്ന്. എന്താ ഇഷ്ടം എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മിപ്പോ വീട്ടിൽ പോകുന്നു, അപ്പൊ എന്റെ അടുത്ത് ചോദിക്കൂലേ, ആ കണ്ണന് എന്താ ആക്കണ്ടേ രാത്രി ചോദിച്ചാ നമ്മളിത് പറയും, അതേപോലെ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ഏട്ടാ ഫുൾ ബ്ലാങ്ക് ആവൂടാ. പക്ഷെ ഇതിന്റെ റിവേഴ്സ് നേരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത് പറഞ്ഞാൽ, കുഞ്ഞുമോൾ ഇപ്പൊ രാത്രി 2 മണിക്ക് എനിക്കിപ്പോ ദോഷമാണെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും ഞാൻ ദോഷം ഞാൻ പറഞ്ഞല്ലോ, അത് ആ സമയത്ത് അത് എത്തിച്ചിരിക്കും. അത് ചെയ്യാൻ എനിക്കറിയാം. എന്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് അറിയില്ല അങ്ങനെ പറയാനായിട്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം പറഞ്ഞിട്ട് ഒരു മുട്ട തോരനും ബ്രെഡിലാക്കി എനിക്ക് സമാധാനമായിട്ട് ഇനി ചോദിക്കൂല. ചോദിക്കുന്നതല്ലേ ശരിക്കും നല്ലത്. അപ്പൊ എന്താ മൂടെന്ന് വെച്ചാൽ അതനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കാലോ. അതാണ് ഞാൻ ഇനി ചോദിക്കൂ കേട്ടോ, ഇപ്പൊ പറഞ്ഞാ മതി. മക്കൾക്ക് വേണ്ടിട്ട് ടോസ്റ്റർ വെച്ചിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി രാവിലെ 4 മണിക്ക് ഞാൻ ആലു ഇതെല്ലാം റെഡിയാക്കി, ബ്രെഡ് എല്ലാം റെഡിയാക്കി. അപ്പൊ ഞാൻ കുഞ്ഞു വിളിക്കുന്നു, ഞാൻ ഇവിടെ ഇഡ്ഡലി റെഡിയാക്കി. അല്ല അത് സംഭവം ഞാൻ സർപ്രൈസ് ചെയ്യാൻ പോയതാ. രാവിലെ പിള്ളേഴ്സ് ഒന്നും കഴിക്കാണ്ട പോവാ. അപ്പൊ താഴത്തെ കടയുണ്ട്, കടയിന്ന് ഇവര് ഈ ബേക്കറി സാധനം അത് ഇതൊക്കെ വാങ്ങും. ഞാൻ അറിയൂല. ഇപ്പൊ ഞാൻ കടയിൽ പോയപ്പോ ഇത്ര ബില്ലുണ്ട്. ഇപ്പം ബില്ല് വന്ന് ഇത്രയും ബില്ല്. അപ്പൊ ഇവര് രാവിലത്തെ കേക്കും അങ്ങനെ ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ വാങ്ങിയിട്ട് ബില്ലൊക്കെ നമ്മൾ ഇനി മുതൽ വേണ്ട, ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് അത് കഴിച്ചിട്ട് ഇനി പോയാൽ മതി. പണ്ടത്തെ അതേപോലെ 4 മണിക്ക് എണീറ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. അന്നേരം ഏട്ടൻ 6:30 ആകുമ്പോ വീഡിയോ കോൾ വെച്ചിട്ട്, കുഞ്ഞു അവനോ ഞാൻ എണീറ്റ, നീ എണീറ്റാ? അവനോ ഞാൻ 4 മണിക്ക് എണീറ്റ്. പിന്നെ എന്താ ചെയ്യുന്നത്? നമ്മളിതാ ഇഡലി ചട്നി കേട്ടെ. അപ്പൊ ഞാന് ഇതിലാക്കി ഞാൻ 4 മണിക്ക് എണീറ്റ് ഇത് മുഴുവൻ ഉണ്ടാക്കി മക്കൾക്ക് വേണ്ടിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിട്ട് എല്ലാം റെഡിയാക്കി സർപ്രൈസ് കൊണ്ട് തരാ. അയച്ചിട്ട് പോയി. എന്റെ ഇല്ല പാവട്ടാ, എന്റെ കൊണ്ടുവന്നിട്ട് മക്കളത് അങ്ങനെ അങ്ങനത്തെ സംഭവം ഒന്നും കഴിക്കില്ല. നന്ദു 3 പറഞ്ഞാൽ 6 പീസായി ബ്രെഡ്. അതും ഈ മസാല കൂട്ടി 3 പീസ് 6 പീസ് അവൻ കഴിച്ചു. ഇതൊക്കെ കഴിച്ചു. നമ്മൾ എന്താ കൊള്ളാവാ, നല്ല ടേസ്റ്റ് ഉണ്ടമ്മേ. ഇങ്ങനെ മോള് വന്നിട്ട് അതങ്ങനെ പച്ചക്കറിയാന്ന് തോന്നിയില്ല കേട്ടോ, നല്ല ടേസ്റ്റ്. ഉള്ളത് കഴിച്ചത് ലാസ്റ്റ് എനിക്ക് ഒറ്റൊന്നും കിട്ടി. ബാക്കി മസാലൊക്കെ അവിടെ പോകും. എല്ലാ ദിവസവും പക്ഷെ ഞാൻ അറിയില്ല, എനിക്ക് സർപ്രൈസ് ഞാൻ രാവിലെ എണീറ്റ് ഉണ്ടാക്കും ചെയ്യും. അല്ല, വർക്ക് വൈസും രണ്ടുപേരും. ഇപ്പോൾ കുഞ്ഞുമോക്ക് ചില ദിവസം 6 മണിക്ക് പോകേണ്ടി വരും. അപ്പൊ മോന് സ്കൂളിലൊക്കെ ഉണ്ടാക്കണം, അപ്പൊ ഞാൻ പോവും. അല്ലെങ്കിൽ എനിക്ക് 4 മണിക്ക് 5 മണിക്ക് വർക്ക് ഉണ്ടാവും. ഞങ്ങൾ സാധാരണ ഒരു ജീവിതം ജീവിക്കുന്ന മനുഷ്യരാണ്. ഞങ്ങൾ കൈപിടിച്ചു കഴിഞ്ഞാൽ ഇത് ബെഡ്റൂമിൽ ചെയ്യേണ്ട സാധനം. ഞങ്ങൾ ഡാൻസ് കളിച്ചു കഴിഞ്ഞാൽ ഉടനെ അവഹേളനം. എന്ത് ചെയ്താലും കുറ്റം പറയുന്ന പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ അല്ല, അവരിപ്പം നമ്മളങ്ങനെ മീൻസ് നമ്മൾ ചെയ്യുന്നതൊക്കെ തെറ്റാണെങ്കിൽ ഇപ്പം മീഡിയയിൽ എന്തെല്ലാം കാണിച്ചു കൂട്ടുന്നുണ്ട്. എല്ലാരും കാണുന്ന കുറേ സംഭവം, പേരൊന്നും പറയുന്നില്ല, ഇൻസ്റ്റാഗ്രാം എടുത്ത എന്തൊക്കെ തരത്തിലില്ല കാണുന്നത്. അതിനൊന്നും പ്രതികരിക്കാൻ ആൾക്കാരൊന്നുമില്ല. മാന്യമായിട്ടൊന്ന് കൈ പിടിച്ച അപ്പം കാമം അല്ലേ? അതിനതാ പറയാ, കാമത്തോടുകൂടി ക്രിസ്. നമ്മ അത്രയും ചോറ് തിന്നാത്തവരാവണം. അടുത്ത ദിവസത്തെ ടൈറ്റിലാണ് ദിവ്യ വെളിപ്പെടുത്തി കാമത്തോടുകൂടി ക്രിസ്. ഇനി അങ്ങനെ കേട്ടോ പിടിക്കണ്ടത്. ചിലപ്പോ പിടിക്കാത്തോണ്ടായിരിക്കും കേട്ടോ അവരെന്തോ ആഗ്രഹിച്ചിട്ട്. എനിക്ക് വയ്യ. ദിവ്യയുടെ അടുത്ത് അന്ന് ദിവ്യ പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ ഏട്ടന്റെ താടി എന്ന് പറയുന്നത്. ഇപ്പൊ എപ്പോഴെങ്കിലും അതൊന്ന് ട്രിം ചെയ്ത് കഴിഞ്ഞാലുള്ള ചേട്ടന്റെ രൂപം എങ്ങനെയാണ്? നല്ല ഭംഗിയാ കാണാൻ. ആ ഫോട്ടോ ഉണ്ട് വീട്ടില്. അപ്പൊ നല്ല ഭംഗിയോ? പറയാൻ തുടങ്ങിയോ? ഞാൻ പറഞ്ഞു തുടങ്ങി. ഇപ്പൊ പോകുന്ന സീരിയലിന്റെ കണ്ടിന്യൂറ്റി ആയതുകൊണ്ടാണ്. അപ്പൊ അതില് മുത്തശ്ശൻ ഉള്ളത് വരെ
ഇതുണ്ടാവും. അപ്പൊ അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ നാച്ചുറലി. ആണല്ലേ? അപ്പൊ അത് കഴിയുമ്പോ ഞാൻ അന്നേരം നമുക്കൊരു അന്നേരം പക്ഷെ നമ്മളിത് വെട്ടണം എന്ന് പറയുമ്പോ നാട്ടുകാർ മൊത്തം അത് ചെയ്യല്ലേ വെട്ടല്ലേ, ഇതാണ് ഐഡന്റിറ്റി. ശരിയാണ്, പക്ഷെ എന്നാലും ഒരു ചേഞ്ച് വേണ്ടേ? അതെ അതെ, പിന്നെ വളരുമല്ലോ, വേണമെന്നുണ്ടെ വീണ്ടും നീട്ടാമല്ലോ. കുറച്ച് ഭംഗിയുണ്ടാവും. ഒന്ന് ട്രിം ചെയ്ത് ഫുൾ ഷേവ് ചെയ്ത് കഴിഞ്ഞാലോ വേറെ തന്നെ ഛായ ആയിട്ടുണ്ടാവും. എനിക്ക് താടി ഇഷ്ടാ. അല്ല ഷേവ് ചെയ്ത് ഞാൻ അടുത്ത ദിവസം പിന്നെയും വരുമല്ലോ. പിന്നെ വരുമല്ലോ, 2 ആഴ്ച ഒന്ന് വെയിറ്റ് ചെയ്താ വീണ്ടും. അത് കുറ്റിയല്ലേ തലോടാ, അതമ്മ തറക്കൂലേ? ഇല്ല അതൊക്കെ വന്നോളും. എന്തൊക്കെയാണ് നിങ്ങളുടെ ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ പ്ലാൻസ്? നിങ്ങൾ എന്തൊക്കെയാണ് ഇനി 2026 വരാൻ പോവാണ്? സോ എന്താണ് നിങ്ങളുടെ നെക്സ്റ്റ് പ്ലാൻസ്? കുറേ പ്ലാൻസ് ഉണ്ട്. അത് ഓരോന്നും മെറ്റീരിയലൈസ് ആവണം. ഞങ്ങൾക്ക് ഇനിയും ട്രാവൽ ചെയ്യണം, പുതിയ രാജ്യങ്ങൾ കാണണം. ഇപ്പോൾ ശ്രീലങ്കയുടെ കുറച്ച് കാണിച്ചു കൊടുത്തു, ബാക്കി ശ്രീലങ്ക ബൈക്കിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ അതിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ നടക്കുന്നുണ്ട്. നേപ്പാൾ കൊണ്ട് കാണിക്കണമെന്നുണ്ട്. ഞാൻ കണ്ട രാജ്യങ്ങളിൽ നേപ്പാൾ ഒത്തിരി രസമുള്ളതാണ്. ഫാമിലി ആയിട്ട് എല്ലാവരെയും ദുബായിലേക്ക് കൊണ്ടുപോകണം. അവിടെ ഞാൻ വർക്ക് ചെയ്തെല്ലാം കാണിച്ചു കൊടുക്കണം. കുഞ്ഞുമോക്ക് ഈ പ്രോബബ്ലി യൂറോപ്യൻ അല്ലെങ്കിൽ US പോലത്തെ രാജ്യങ്ങളെ കൊണ്ട് കാണിക്കണം. ആഫ്രിക്കയിൽ കെനിയ എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് മെയ് മാസത്തിൽ സ്പെഷ്യലായിട്ട് വണ്ടുകളുടെ ഒരു മൈഗ്രേഷൻ സീസൺ ഉണ്ട്. അത് കാണിച്ചു കൊടുക്കണമെന്നുണ്ട്. കാരണം ഈ വണ്ടിനെ കാണിക്കാനാണ് എന്നെ ഇവിടെ അത് കാണുമ്പോൾ അറിയാം. അത് കാണുമ്പോഴേ നമുക്കറിയാം. കാരണം മേഘമാണെന്ന് തോന്നും. അത്ര ഡെൻസ് ആയിട്ട് വണ്ടുകൾ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ നീങ്ങി പോകുന്നത് കാണാൻ പറ്റും. അത് അവിടെ മാത്രമേ ഉള്ളൂ. അതേപോലെ സലാലയിലെ ഖരീഫ് ആ ഒരു പെർട്ടിക്കുലർ സീസണിൽ മഴ പെയ്യുന്നത് സ്പ്രേ ആയിട്ടാണ്. നമ്മൾ നടക്കുമ്പോൾ ഇങ്ങനെ സ്പ്രേ ആയിട്ട് മഴ പെയ്യും. അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളും കാര്യങ്ങളും ഫിനോമിനൻ അശോകസ്തംഭം കൊണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം മോന് കഴിഞ്ഞ ദിവസം സംസാരിച്ചു വന്നു കഴിഞ്ഞപ്പം ജവഹർലാൽ നെഹ്റു ആരാന്നറിയാം. നമ്മുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി, അതുകൊണ്ടല്ലേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം അവധി കൊടുക്കണേ. അപ്പം ഞാൻ പറഞ്ഞില്ല പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ആരാ ജവഹർലാൽ നെഹ്റുയുടെ മകളാരാ? അപ്പം ഇങ്ങനെ കുറേ നേരം ആലോചിച്ചിട്ട് ഇന്ദിരാഗാന്ധി അല്ല. അപ്പോൾ ഇന്ദിരാഗാന്ധി ആരാ? അത് ഗാന്ധിയുടെ മോളല്ലേ. ഇന്ദിരാഗാന്ധി അപ്പോൾ ഗാന്ധിയുടെ. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അശോകസ്തംഭവും നമുക്ക് കൊണാർക്ക് സൺ ടെമ്പിളും അതുപോലെ നമുക്ക് കുറേ നല്ല നല്ല ആർട്ടിഫാക്ട്സ് ഉണ്ട്. ഇപ്പോൾ ഡൽഹിയിലെ ജന്തർ മന്തർ ആണെങ്കിലും രാജസ്ഥാനിലെ ജന്തർ മന്തർ, ഹവാമഹൽ ആണെങ്കിലും ശരി, പല സ്ഥലത്തുള്ള ഫോർട്ട് ആൻഡ് ഫോർട്രസസ് അത് നമ്മൾ കാണേണ്ടതാണ്. അപ്പം അങ്ങനെ ഗോവ പോലത്തെ സ്ഥലങ്ങൾ, അങ്ങനെ കുറേ ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പോൾ കുഞ്ഞുമോക്കും ഒത്തിരി ഇഷ്ടമാണ്. ഹൈദരാബാദ് കൊണ്ട് കാണിച്ച്, ഹൈദരാബാദിൽ ഗോൾക്കൊണ്ട ഫോർട്ട് കാണിച്ചിട്ടില്ല. അപ്പോൾ അവിടേക്ക് ഇനിയും ട്രാവൽ കുറേ ഉണ്ട്. പിന്നെ എല്ലാ 20 ദിവസത്തിലും എന്തെങ്കിലും സർപ്രൈസസ് കൊടുത്തോണ്ടേയിരിക്കണം, സന്തോഷിപ്പിച്ചോണ്ടേയിരിക്കണം. ഓക്കെ, അതിന്റെ പിന്നാലെയാണ് അദ്ദേഹം. ദിവ്യയുടെ എനിക്കിങ്ങനെ ഇപ്പൊ ഇങ്ങനെ ലൈഫ് പോകുന്നത് പോലെ സന്തോഷമായിട്ട് ഇങ്ങനെ പോകണം, ഒരു തടസ്സമില്ല. ഒരു സ്കൂളിലെ കുട്ടികളുടെ അടുത്ത് ഓരോ കാര്യം നിങ്ങൾക്ക് വലുതാകുമ്പോൾ എന്താവണം ചോദിച്ചു. അപ്പൊ എല്ലാവരും പറയാം എനിക്ക് ഡോക്ടർ, എഞ്ചിനീയർ. ഒരാൾ പറഞ്ഞു എനിക്ക് മില്യനെയർ. അപ്പൊ തൊട്ടടുത്തിരുന്ന പെണ്ണടിച്ചു, നിനക്ക് എന്താവണം? എനിക്ക് അവന്റെ ഭാര്യ ആവണം. അതല്ലേ നല്ലത്? അങ്ങനെയല്ല ഞാൻ കുഞ്ഞുമോളോട് പറയുന്നത്, ഉള്ള ദിവസങ്ങൾക്ക് നല്ല മെമ്മറി ഉണ്ടാക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. അത് ഞങ്ങളിപ്പോ ട്രെയിനിൽ വരികയാണെങ്കിൽ എനിക്ക് ഇപ്പൊ നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പോയിട്ട് താഴെ വീണതാ. അല്ല, എസ്കലേറ്ററിൽ ഒരു വയസ്സായ ലേഡീനെ ഹെൽപ്പ് ചെയ്തു. അവർക്ക് ബാലൻസ് മൂവ് ചെയ്തു. ആ അമ്മക്ക് ബാലൻസ് തെറ്റി, പിടിച്ചതേ ഏട്ടന്റെ കൈ. ഏട്ടൻ വീണു, എസ്കലേറ്ററിലേക്ക് തന്നെ വീണിട്ട് ഇങ്ങനെ പോവാ ഏട്ടൻ. ഞാൻ അവിടുന്ന് പൂക്കി വിളിച്ചു, കുഴപ്പമില്ല കുഴപ്പമില്ല. അപ്പൊ ഞാൻ സൈലന്റ് ആയിട്ട് ഇങ്ങനെ നിന്നു. അപ്പൊ താഴ്ന്ന ആൾക്കാരിൽ ഓടിക്കൂടി ഞാൻ വെച്ചു അതിനോട് വീണത്. ആ വേദന അമ്മ വീണോ? ഇല്ല അമ്മ വീണില്ല. ഓക്കെ. അപ്പോ പക്ഷെ അവര് വിളിച്ചു കേട്ടാ രാത്രി. അപ്പത്തേനും എന്നെ അറിയുന്ന ആരോ അമ്മയാണല്ലേ, ആന്റിയല്ലേ, എന്റെ കൂടെ പഠിച്ച ഒരാളുടെ ആന്റിയാണ്. ഓക്കെ. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനത്തെ ഡൗൺ മൊമെന്റ്സ് ഉണ്ടാവും, പക്ഷെ അതല്ലാതെ കുറേ ഹാപ്പി മൊമെന്റ്സ്. അത് മക്കൾക്കായാലും മോനായാലും മോക്കായാലും അവർക്ക് എന്താണ് വേണ്ടത്, അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകണം. അപ്പോഴും ഈ കമൻറ്റ് ചെയ്യുന്നവർ, അതിൽ ചീത്ത പറയുന്നവരുണ്ടാവും, നല്ലത് പറയുന്നുണ്ടാവും. സ്നേഹിക്കുന്നവർക്കെല്ലാം താങ്ക് യു, ചീത്ത പറയുന്നവർക്ക് ഒത്തിരി ഒത്തിരി താങ്ക് യു. കാരണം
നിങ്ങൾക്ക് എത്ര തൊഴിലില്ലായ്മ കേരളത്തിന്റെ മീറ്റർ അളക്കാൻ ഞാൻ വേറെ ന്യൂസ് പേപ്പറും നോക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ കമന്റ്സ് നോക്കിയാൽ അറിയാം എത്ര ആൾക്കാർക്ക് തൊഴിലില്ല. എന്തായാലും വളരെ നല്ല ഒരു എന്താ പറയുക, ഹാപ്പി ആയിട്ടും ചിരിച്ചും കളിച്ചും ഇഷ്ടപ്പെട്ടും സ്നേഹിച്ചും അതിനിടയിൽ കുറച്ച് പിണക്കങ്ങൾ വരുമ്പോഴാണ് ഇണക്കത്തിന് ബ്യൂട്ടി കൂടുക. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ ഇണക്കങ്ങളും എന്നാലും വലിയ ഇതില്ല, കുറച്ച് വരണം അല്ലേ, ഈ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന പോലെ എന്തെങ്കിലും വരണോ? അത്രയ്ക്ക് സിവിയർ സെറ്റ് ടോപ്പ് ബോക്സ് വേണം എനിക്ക്. ചെറിയ പിണക്കങ്ങൾ. അപ്പൊ അത് നമുക്ക് വീണ്ടും ഒരു പാട്ടും കൂടെ കൂടുതൽ പാടാൻ രാത്രിക്ക്, അങ്ങനെയുള്ള നല്ല ഇതിലേക്ക് വെത്തട്ടെ. ഈ ഇണക്കുരുവികൾ ഇനിയും ഇതുപോലെ നല്ല സ്നേഹിച്ച് ആരോഗ്യത്തോടെ ഇനിയും വർഷങ്ങളോളം നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ പറ്റട്ടെ. പെട്ടി പാക്ക് ചെയ്ത് വെക്കും. അദ്ദേഹം 20 ദിവസം കൂടുമ്പോ കുറെ ഗിഫ്റ്റുകളും പിന്നെ യാത്രകളും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ റെഡി ആയിട്ടിരിക്കുക എപ്പോഴും. അപ്പൊ ഒരുപാട് സന്തോഷം. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ യുവർ ടൈം. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.